ഉച്ചക്കത്തെ കച്ചവടം എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ചോറൊക്കെ കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ. മയങ്ങി എഴുന്നേറ്റ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചപ്പോൾ നല്ല മഴക്കോൾ. ഇന്നലെ മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനെടുത്ത് ടാർപ്പ ഇട്ടതാണ്. രാവിലെ ആയപ്പോൾ ഞാൻ ടാർപ്പ മാറ്റി കൊടുത്തു. വെച്ചാൽ വെയിൽ കൊണ്ട് കുറച്ചും കൊണ്ട് വിറക് ഉണങ്ങട്ടെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് വൈകിട്ട് വീണ്ടും ഞാൻ ടാർപ്പ പിടിച്ചിട്ട് അല്ലെങ്കിൽ മൊത്തം നനഞ്ഞു പോകും കേട്ടോ. അപ്പോഴത്തേക്ക് ഇതേ ഈ രണ്ട് മക്കളുമാർ എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളുമാരാണ്. അവൾ അച്ഛൻ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ചടങ്ങിന് വേണ്ടിയിട്ട് ആലുവായി പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ രണ്ടുപേരും കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ചേച്ചി മുഖക്കുരുവൊക്കെ കുറവുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതെ, മുഖക്കുരു ഇത്രയായിട്ടുണ്ട്. നല്ല കുറവില്ലേ? അന്നത്തേം കാട്ടി നല്ല വ്യത്യാസമില്ലേ? പിന്നെ ഇന്ന് ഞായറാഴ്ചയായിട്ട് വേറെ ഒരു പണിയും നടന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മുറ്റമൊക്കെ മുറ്റമൊന്നും തൂക്കും, പരിസരമൊക്കെ ഞാൻ തൂത്ത് വാരി ഒന്ന് തീയിടാമെന്ന് വിചാരിച്ച്. എന്നുവെച്ചാൽ അവിടെ എല്ലാം ഞാൻ ചൊറിയണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലെല്ലാം കരിയില വാരി തൂത്ത് കൂട്ടിയിട്ടിട്ട് അങ്ങ് തീയിട്ട് ഞാൻ വെള്ളമൊക്കെ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വെച്ചാൽ വാഴ അപ്പുറവും ഇപ്പുറവും ഒക്കെ വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ചൂട് വാഴയ്ക്ക് അടിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 5 കിലോ അരിയിട്ടാണ് ഞാൻ ചോറ് വെച്ചത്. ഇന്ന് ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമുക്കൊരു സ്ഥിരം ഒരു അപ്പൂപ്പൻ കഴിക്കാൻ വരും. പുള്ളിക്കാരൻ കഴിക്കാൻ വരുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞിടുമ്പോൾ എനിക്കൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തും വരട്ടെന്ന് വിചാരിച്ച് 5 കിലോ അരിയിട്ട് ഞാനങ്ങ് ചോറും കറിയൊക്കെ ആക്കി. ഇന്ന് ഒരു 1:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഊണൊക്കെ തീർന്ന് നല്ല കച്ചവടമൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ തൂത്ത് വാരിക്കൊണ്ട് വന്നപ്പോഴാണ് ഈ പൈപ്പിൻ്റെ ചവിട്ടി കുറച്ച് പോച്ചയും കൂടെ നിൽക്കുന്നുണ്ട്. അധികം ഞാൻ അവധിയൊന്നും എടുത്തിരിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ പരിസരം വൃത്തിയാക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടത്തില്ല. ഇതുപോലെയൊക്കെയുള്ള സമയങ്ങളിലാണ് പരിസരം ഒന്ന് വൃത്തിയാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇന്ന് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. രാവിലെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് താമസിച്ച് എഴുന്നേറ്റത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ ചടപടാന്നും പറഞ്ഞ് പെട്ടെന്ന് ജോലി 12 മണിയായപ്പോൾ ഞാൻ ഒതുക്കി കേട്ടോ എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഇവനും അവൻ്റെ അച്ഛനുമാണ്. മറ്റേ അച്ഛൻ്റെ ഒരു ലുക്കും അവനില്ല കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അച്ഛനെ ആരെയോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.